ഹൃദയപൂർവം ഭാഗം 112. അല്ല, നീ സിന്ദൂരം തൊട്ടില്ലേ? ലക്ഷ്മി ചോദിച്ചതും ഞാൻ അവിടെ നോക്കി, കണ്ടില്ല. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാകില്ല. നീ വാ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ കൈ പിടിച്ചുകൊണ്ട് അവിടെ കാണുന്ന പൂജാമുറിയിലേക്കാണ് പോയത്. അവിടെ രാവിലെ എണീക്കുമ്പോൾ സീതാമ്മ വിളക്ക് വെച്ചിട്ടുണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് വേഗം അങ്ങോട്ട് ചെന്നു. അവിടെ തട്ടത്തിലിരിക്കുന്ന സിന്ദൂരം ലക്ഷ്മി ദേവുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. തൊട്ടോ എന്ന് പറഞ്ഞു. ലക്ഷ്മി ദേവുവിന്റെ നേരെ നീട്ടി. ദേവു അതിൽ നിന്നും സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖയിലേക്ക് തൊട്ടു. ലക്ഷ്മി അവളെ തന്നെ നോക്കി നിന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് കിച്ചണിലേക്ക് ചെല്ലുന്നത്. അവിടെ സീതാമ്മയും അച്ഛനും നല്ല പണിയിലാണ്. ഞങ്ങളും കൂടി സഹായിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കയറി വരുന്ന ലക്ഷ്മിയെയും അവളുടെ കൂടെ വരുന്ന ദേവുവിനെയും കണ്ടതും സീതാമ്മയും അച്ഛനും പരസ്പരം നോക്കി. മോള് ഇന്നലെ എവിടെയായിരുന്നോ? സീതാമ്മ സന്തോഷം കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എന്ന് ചെറുതായി ഒന്ന് മൂളി. എടോ, താൻ കുട്ടികൾക്ക് ചായ കൊടുക്ക്, മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ആ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് സീതാമ്മ പോകാൻ പോയതും ഞങ്ങൾ എടുത്തോളാം അമ്മേ എന്ന് പറഞ്ഞ് ലക്ഷ്മി ചായ പകർത്തിയെടുത്തു. മാധവിന്റെ അച്ഛൻ തേങ്ങ ചിരകയായിരുന്നു. ഞാൻ ചിരകാം എന്ന് പറഞ്ഞ് ദേവു അങ്ങോട്ട് നടക്കുന്നത് കണ്ടതും വേണ്ട ദേവു, അത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല, ലക്ഷ്മി പറഞ്ഞു. രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ജോലികൾ ചെയ്യുന്നത് പതിവാണ്. അതിനിടയിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് ഇഷ്ടമല്ല. ഇവിടെ മാത്രമല്ല, അവിടെയും മാഷച്ചനും ടീച്ചറമ്മയും അങ്ങനെ തന്നെയാണ്, ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വരാം. ലക്ഷ്മി പറഞ്ഞതും വരുമ്പോൾ കുറച്ച് മുട്ട കൂടി എടുത്തോട്ടോ, ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ചോറിന് കൊണ്ടുപോകാം, സീതാമ്മ പറഞ്ഞു. മോളിന്ന് പോകുന്നുണ്ടോ? സീതാമ്മ ദേവുവിനോട് ചോദിച്ചു. പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് പോയി തുടങ്ങാം എന്നാ ശരത്തേട്ടൻ പറഞ്ഞത്, ദേവു പറഞ്ഞു. എന്നാ മോള് ലക്ഷ്മി മോളുടെ കൂടെ ചെല്ല്, ഇവിടുത്തെ കാര്യങ്ങള് ഞങ്ങൾ നോക്കിക്കൊള്ളാം, സീതാമ്മ പറഞ്ഞതും ദേവു ലക്ഷ്മിയുടെ കൂടെ ഇറങ്ങി. അവർ രണ്ടുപേരും ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ട് പോകുന്നത് നോക്കി മാധവിന്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെ നിന്നു. രണ്ടുപേരും നല്ല കുട്ടികളാണ്. നമ്മുടെ വീട്ടിലേക്ക് തന്നെ രണ്ടുപേരും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവർ പോകുന്നത് നോക്കി സീതാമ്മ പറഞ്ഞു. അതെ, നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്തവരല്ലേ. എത്ര മക്കളെയാ നമുക്കിപ്പോൾ കിട്ടിയത്, അവരെ തന്നെ നോക്കി മാധവിന്റെ അച്ഛനും പറഞ്ഞു. അവർ രണ്ടുപേരും മനസ്സ് നിറഞ്ഞ് മാഷിന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്ന ലക്ഷ്മിയെയും ദേവുവിനെയും നോക്കി നിന്നു. അതെ, നിങ്ങളുടെ പെങ്ങളും ഭർത്താവും കൂടി വരുമ്പോ ഇവിടെ എന്തൊക്കെയാ പുകലുണ്ടാകാൻ പോകുന്നതെന്ന് വല്ല പിടുത്തമുണ്ടോ കൃഷ്ണേട്ടന്? സീതാമ്മ ചോദിച്ചു. അവര് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? പ്രശ്നമുണ്ടാക്കിയാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് ശരത്തും ഗംഗയും. ഒരു വേർതിരിവും ഞാൻ കാണിച്ചിട്ടില്ല. എനിക്ക് ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഓരോ നിമിഷവും സന്തോഷവും തരുന്നതാണ്. ആ സന്തോഷത്തിന് മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല, മാധവിന്റെ അച്ഛൻ പറഞ്ഞു. പെങ്ങള് വരുമ്പോ ഇത് ഞാൻ കണ്ടാ മതി. നീ കണ്ടോ എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്ന്? അത് മാത്രമല്ല, അവളുടെ മക്കളെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് അവരുടെ കൂടെ നിൽക്കുന്നു. എത്ര നാൾ വേണമെങ്കിലും അവർക്ക് ഇവിടെ നിൽക്കാം. അത് തന്നെയാണ് അവരോട് വേറെ വീട് പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ചുറ്റും ഇങ്ങനെ എല്ലാവരും ഉള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എന്താ, തനിക്കും അത് സന്തോഷം തന്നെയല്ലേ? മാധവിന്റെ അച്ഛൻ ചോദിച്ചു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ പെങ്ങളും ഭർത്താവും വന്ന് എൻ്റെ പെൺകുട്ടികളെ വിഷമിപ്പിക്കരുത്, പ്രത്യേകിച്ച് ദേവികയെ. കാരണം ആ കുട്ടി ഒരുപാട് അനുഭവിച്ചതാണ്. ഇനിയും അനുഭവിക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. അത്രയേ എനിക്കുള്ളൂ. ശരിക്കും പറഞ്ഞ ദേവിക മോളുടെ അത്രയൊന്നും ഈ വീട്ടിലെ ആരും അനുഭവിച്ചിട്ടില്ല. ലക്ഷ്മി അവളെ രക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? രണ്ടു കുട്ടികളും അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തതാണ് അല്ലേ? സീതാമ്മ പറഞ്ഞു. കുറ്റമൊന്നും പറയണ്ട, എൻ്റെ മക്കളും നല്ല കുട്ടികൾ തന്നെയാണ്. അത് ശരിയാ, പക്ഷേ മിത്രയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു പേടി, സീതാമ്മ പറഞ്ഞതും അതോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ സ്നേഹവും കരുതലും അവളുടെ ചുറ്റുമുള്ളവരെയും എല്ലാം കണ്ടു വളർന്ന കുട്ടിയാണ്. ഒരിക്കലും മോശമായി പോകില്ല, ചീത്തയായി പോകില്ല. അതോർത്ത് താൻ ടെൻഷൻ ആവണ്ട. അതെ, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. ഇന്നു മുതൽ ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കാര്യമായി തന്നെ ഉണ്ടാക്കാം. ശരത്ത് ഭക്ഷണം കൊണ്ടുപോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? മാഷ് ചോദിച്ചു. ഇല്ല,
എന്തായാലും കൊടുത്തുവിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാൻറ്റീനിൽ നിന്നും അവൻ കഴിക്കണ്ട. എന്തായാലും ദേവുമോൾക്കും ലക്ഷ്മി മോൾക്കും മിത്രയ്ക്കും മനുവിനും കൊടുത്തുവിടണം. പിന്നെ ആ കൂട്ടത്തില് അവന് കൂടി കൊടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇന്നു മുതൽ 5 പൊതി ചോറുണ്ടാക്കണം അല്ലേ? മാധവ് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കഴിച്ചോളും. എന്നാ പിന്നെ നമ്മുടെ പണി തുടങ്ങാം അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അവർ അവരുടെ പണിയിലേക്ക് കടന്നു. ലക്ഷ്മിയും ദേവികയും കൂടി കോഴിക്കോടിനടുത്ത് ചെന്നപ്പോ ടീച്ചറമ്മയെ കണ്ടു. ഇന്ന് 2 പേരുണ്ടല്ലോ. ഇന്നലെ അവിടെയായിരുന്നോ മോള് എന്ന് ചോദിച്ചുകൊണ്ട് ടീച്ചറമ്മ അവരുടെ അടുത്തേക്ക് വരുന്നത്. അതിന് ദേവു ഒന്ന് മൂളി. രാവിലെ തന്നെ 2 പേരുടെയും കുളിയെല്ലാം കഴിഞ്ഞോ? ടീച്ചറമ്മ ചോദിച്ചു. കഴിഞ്ഞു. എന്നാ ചായ കുടിച്ചാലോ? ടീച്ചറമ്മ ചോദിച്ചതും ചായ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. ആണോ മോളെ? ലക്ഷ്മി കുറച്ച് മുട്ട ഇങ്ങോട്ട് എടുത്തോ, മുട്ടക്കറി ഉണ്ടാക്കാനാണ്. എന്തിനാ അമ്മ എന്നോട് ചോദിക്കുന്നത്? അമ്മയ്ക്ക് എടുക്കായിരുന്നില്ലേ? ഞാനത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാ മോളെ കണ്ടത്. അല്ല, രാവിലെ എന്താ അമ്മ സ്പെഷ്യല്? ലക്ഷ്മി ചോദിച്ചു. ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എന്താണാവോ? ടീച്ചറമ്മ മാധവിന്റെ വീടിന്റെ ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു. അവിടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. എന്നാ മോൾക്ക് ഇഷ്ടം ഇടിയപ്പല്ലേ? ഇവിടെ നിന്ന് കഴിക്കാം, ടീച്ചറമ്മ പറഞ്ഞതും അത് വേണ്ട ടീച്ചറമ്മ, അമ്മയും അച്ഛനും അവിടെ ഉണ്ടാക്കുന്നത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടാവില്ലേ? ലക്ഷ്മി പറഞ്ഞു. അല്ലെങ്കിലും നീ ഇത് കൊണ്ടുപോകണം, മാധവിന് ഇഷ്ടമാണ്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാനിരിക്കായിരുന്നു, ടീച്ചറമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടക്കറിയും കൂടി ആയിട്ട് അമ്മ അവിടെ കൊണ്ടുവന്ന് തരാം കേട്ടോ, ടീച്ചറമ്മ പറഞ്ഞു. അതെ, 2 പേരും മഴ കൊള്ളാതെ കയറി പോകാൻ നോക്കിക്കേ. ഈ ജൂൺ ജൂലൈ മാസം മഴയായിരിക്കും. മഴ കൊണ്ട് നടന്ന സ്കൂളിൽ ലീവ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് മഴ നനയാതെ കയറി പോകാൻ നോക്ക്, ടീച്ചറമ്മ പറഞ്ഞു. കേറിപ്പോ മക്കളെ. വീണ്ടും 2 പേരും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് കോഴിമുട്ടയും എടുത്ത് അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോൾ ടീച്ചറമ്മ വീണ്ടും വിളിച്ചു പറഞ്ഞു. ആ പോയി എന്ന് പറഞ്ഞ് 2 പേരും കൈപിടിച്ചുകൊണ്ട് ഓടി മാധവിന്റെ വീടിന്റെ കിച്ചൺ ഭാഗത്തേക്ക് കയറുന്നത് കണ്ടതും അതെ, കുട്ടികൾ മഴ നനഞ്ഞാൽ മാത്രമല്ല അസുഖം വരുന്നത്, ടീച്ചർമാരും മഴ നനഞ്ഞാലും അസുഖം വരും, അച്ഛൻ പറഞ്ഞു. അച്ഛൻ ചായയുമായിട്ട് അടുക്കളയിൽ നിന്നും മുൻവശത്തേക്ക് പോകുന്നത് കണ്ടു. ഇനി എന്താ അമ്മേ പണി? ലക്ഷ്മി സാരിത്തുമ്പ് ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. മോളെ, നീ ഈ ചായ കൊണ്ടുപോയി മാധവിന് കൊടുക്ക്, അവന് പോകാനുള്ളതല്ലേ, സീതാമ്മ പറഞ്ഞതും എന്നാ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം, ലക്ഷ്മി പറഞ്ഞു. മോളെ, നീയും കൊണ്ടുപോയിക്കോ, ശരത്തിനെ വിളിച്ച് എഴുന്നേൽപ്പിക്ക്, ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ. 2 പേരും ആദ്യമായിട്ടല്ലേ ജോലിക്ക് പോകുന്നത് ഇവിടെ? ആദ്യ ദിവസം 2 പേരും പോകുമ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് വേണം പോകാൻ, സീതാമ്മ പറഞ്ഞു. അതിന് ദേവിക ഒന്ന് ചെറുതായി മൂളിക്കൊണ്ട് തലയണക്കി. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ മൂളിയാൽ മാത്രം പോരാ, നന്നായി സംസാരിക്കുന്ന കുട്ടിയല്ലേ നീ, സീതാമ്മ ചോദിച്ചതും ദേവിക ലക്ഷ്മിയെ നോക്കി. തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കാണ് ലക്ഷ്മി. അല്ലേ മോളെ, നന്നായിട്ട് സംസാരിക്കില്ലേ? അപ്പോ ഇങ്ങനെ ചോദിക്കുന്നതിന് മൂളുകയും 1-2 വാക്കുകൾ മാത്രം ഉത്തരം പറയുകയും ചെയ്യാതെ നന്നായിട്ട് സംസാരിക്കണം കേട്ടോ, സീതാമ്മ പറഞ്ഞു. ഇനി അങ്ങോട്ട് ഇങ്ങനെ ശോകമായിട്ട് നടക്കരുത്. ഇപ്പൊ നീ ഒരു ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകളാണ്. അതുകൊണ്ട് ലക്ഷ്മി മോളെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, ഇതുപോലെ ആകണം കേട്ടോ. എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, സീതാമ്മ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തല അണക്കി. ഇത് തന്നെയാ പറഞ്ഞത്, തല അണക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കണം, തുറന്ന് മറുപടി പറയണം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്കൂളിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ധൈര്യമായിട്ട് സംസാരിക്കണം, പേടിച്ച് മാറി നിൽക്കരുത്. ഹസ്ബൻഡിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ശരത്ത്, അത് വ്യക്തമായി തന്നെ പറയണം കേട്ടോ. ഒരു കാരണവശാലും ഈശ്വരന്റെ പേര് ഇനി നിന്റെ പേരിന്റെ കൂടെ പാടില്ല. അവന്റെ ഓർമ്മകൾ, അത് എൻ്റെ ശരത്തിന് താങ്ങാൻ പറ്റില്ല. ഭർത്താവിന്റെ പെങ്ങളുടെ മകനാണെങ്കിലും അവൻ കൂടുതലും ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവൻ എൻ്റെ മകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ ഈ വീട്ടിലെ മരുമകളാണെന്ന്, സീതാമ്മ പറഞ്ഞു. എന്താണ്, രാവിലെ തന്നെ ഉപദേശമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര കിച്ചണിലേക്ക് വന്നതും ലക്ഷ്മി മോളെ, പുറത്ത് ഇടിയും വെട്ടി മഴ പെയ്യാൻ പോകുകയാണ് എന്ന് തോന്നുന്നു, സീതാമ്മ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് കേട്ടതും മിത്ര അമ്മയെ കൂർപ്പിച്ചു നോക്കി. ദേവികയ്ക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ലക്ഷ്മി മിത്രയെ നോക്കി ചിരിച്ചു. അതെ, ഒരുപാട് കളിയാക്കണ്ട. ഞാൻ നേരത്തെ എഴുന്നേറ്റത് ഇന്ന് അമ്മയുടെ ഈ മരുമകള് എനിക്ക് പണി തന്നിട്ടുണ്ട്, മിത്ര പറഞ്ഞതും
സീതാമ്മ ലക്ഷ്മിയെ നോക്കി. എന്താ മോളെ? അതമ്മ, ഇന്ന് ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതാണ്. എന്നിട്ട് ഇവളിന്നലെ പഠിക്കുന്നതൊന്നും കണ്ടില്ലല്ലോ? കണ്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഏട്ടത്തിയെ കണ്ട് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വന്നതാണ്. മിത്ര പറഞ്ഞതും, മോളെ ലക്ഷ്മി, നിന്നെ നന്നായിട്ട് സോപ്പിടുന്നുണ്ടല്ലോ. നീ ഇന്ന് ടെസ്റ്റ് പേപ്പർ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് നിന്റെ അടുത്ത് നിന്ന് ചോർത്താനുള്ള സൈക്കോളജിക് മൂവ്മെന്റ് നടത്തുന്നതാണ് അനിയത്തി. നീ അതിൽ വീഴരുത്, കേട്ടല്ലോ? സീതാമ്മ പറഞ്ഞു. അത്ര പെട്ടെന്ന് ഞാൻ അതിൽ വീഴില്ല അമ്മ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയോ ടെസ്റ്റ് പേപ്പർ എടുക്കുമെന്ന്? അപ്പോ എനിക്കെല്ലാം സിമ്പിളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്നോട് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടില്ല, ഇനി സ്കൂളിൽ ചെന്നിട്ട് വേണം ഇടാൻ, ലക്ഷ്മി പറഞ്ഞു. ഈ കൊലച്ചതി എന്നോട് ചെയ്യരുത് ഏട്ടത്തി. പിന്നെ ഞാൻ ടെസ്റ്റ് പേപ്പറിന് തോറ്റ നിങ്ങൾക്കാണ് നാണക്കേട്. 2 ടീച്ചർമാരുള്ള വീടാണ്. സോറി, 3. അവൾ ദേവികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ടും അവരുടെ കുഞ്ഞു പെങ്ങളായ ഞാൻ പരീക്ഷയിൽ തോറ്റുപോയാൽ അത് എൻ്റെ തോൽവിയല്ല, നിങ്ങളുടെ തോൽവിയാണ്, ഓർത്തോ. മിത്ര സ്റ്റൈലായിട്ട് പറയുന്നത് കണ്ട് സീതാമ്മ താടിക്ക് കൈവച്ചു. മോളെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇവള് പലതും പറയും, വീഴരുത്. സീതാമ്മ വീണ്ടും പറഞ്ഞു. ആദ്യം നീ ചെന്ന് പല്ല് തേക്ക്, അപ്പോഴേക്കും ഞാൻ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം, ലക്ഷ്മി പറഞ്ഞു. ഇപ്പൊ തന്നെ സമയം 7 മണി. ഇനി എപ്പോ പറഞ്ഞു കൊടുക്കാനാണ്? അമ്മേ, ഞങ്ങൾക്ക് 8 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോയാൽ പോരെ? അതുവരെ സമയമുണ്ട്. വീണ്ടും അവൾ പറയുന്നത് കേട്ടതും, മോളെ നീ പഠിപ്പിച്ചു കൊടുക്കരുത്. ഇത്രയും സമയമായിട്ടും ഇന്നലെ ഉണ്ടായിട്ടും അവള് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നിൽക്കുന്നത് നോക്കിക്കേ. നന്നായിട്ട് ഇമ്പോസിഷൻ കൊടുക്കണം, പിന്നെ നല്ല അടിയും കൊടുക്കണം, സീതാമ്മ പറഞ്ഞു. അതൊക്കെ പണ്ട്. ഇപ്പൊ ടീച്ചർമാരാരും കുട്ടികളെ അടിക്കില്ല, പിന്നെ ഇമ്പോസിഷൻ കിട്ടും. പക്ഷേ അത് എൻ്റെ ചേട്ടത്തിമാർ എഴുതി എനിക്ക് തരില്ലേ? മിത്ര പറഞ്ഞതും, ആര് പറഞ്ഞു നിനക്ക് എഴുതി തരുമെന്ന്? ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു 30 എണ്ണം കൂടുതൽ തരും, നോക്കിക്കോ, ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ചായയും കൊണ്ടുപോയി. അവളുടെ പുറകെ ദേവികയും മുറിയിലേക്ക് പോയി. പാര വയ്ക്കാൻ നടക്കുന്നു, അമ്മയാണ് പോലും അമ്മ. മിത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു പോകുന്നത് നോക്കി സീതാമ്മ നിന്നു. ലക്ഷ്മി റൂമിൽ ചെന്നതും കണ്ടു മാധവ് കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ മാധവേട്ടാ? അവൾ ചായക്കപ്പ് അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ലച്ചു, സമയായി, ഞാൻ പോവാണ്. ഇന്ന് എഴുന്നേൽക്കാൻ അല്പം വൈകി. നീ എഴുന്നേറ്റപ്പോ എന്നെ വിളിക്കാറുന്നില്ലേ ലച്ചു? മാധവ് ചോദിച്ചു. മാധവേട്ടൻ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്, ലക്ഷ്മി പറഞ്ഞു. അതിന് പോകാൻ സമയമായില്ലല്ലോ, ഇന്ന് നേരത്തെയാണല്ലോ, ലക്ഷ്മി ചോദിച്ചു. ഇന്നെനിക്ക് അമ്പലത്തിലൊന്ന് കയറണം. കമ്മിറ്റി ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവളുടെ കയ്യിൽ നിന്നും കോഫി കപ്പ് വാങ്ങിയത്. മാധവ് ലക്ഷ്മിയെ ഒന്ന് നോക്കി. മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. ആണോ? അവൻ ഇടത് കൈകൊണ്ട് അവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട്. പക്ഷേ കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. അതെ, ഇനി മുതൽ നേരത്തെ കിടക്കാൻ വരണം കേട്ടോ. ഇന്നലെ കിടക്കാൻ വന്നപ്പോൾ 12 മണിയായി. പിന്നെ എൻ്റെ അഭ്യാസം മുഴുവനും കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി ഉറങ്ങാൻ അല്ലേ? മാധവ് ചോദിച്ചതും ലക്ഷ്മി പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ മാധവേട്ടാ, ഇന്നലെ ദേവു ശരത്തേട്ടൻ്റെ അടുത്തായിരുന്നു, ലക്ഷ്മി വേഗം എന്തോ ഓർത്തതുപോലെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ താഴേക്ക് ചെന്നപ്പോൾ അവൾ ശരത്തേട്ടൻ്റെ റൂമിൽ നിന്നും വരുന്നത് കണ്ടു. നന്നായി. ശരത്തിന് അവൾ ഇന്നലെ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനത് മറച്ചു വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി, മാധവ് പറഞ്ഞു. ഇന്ന് ദേവു സ്കൂളിൽ പോകുന്നുണ്ടോ? മാധവ് ചോദിച്ചു. പോകുന്നുണ്ട്, 2 പേരും പോകുന്നുണ്ട്. ശരത്തേട്ടൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവളെ ആക്കി കൊടുക്കുമായിരിക്കും, ലക്ഷ്മി പറഞ്ഞു. പിന്നെ ലച്ചു, നീ നമ്മുടെ ബസ്സിൽ വന്നാൽ മതി കേട്ടോ, മാധവ് പറഞ്ഞു. അതിന് ലക്ഷ്മി പുഞ്ചിരിയോടെ തലയണക്കി. അതല്ലെങ്കിലും ഞങ്ങൾ മാധവേട്ടൻ്റെ ഒപ്പം വരുന്നത്, അവരിപ്പോൾ തന്നെ ഇറങ്ങും. അവർക്ക് കുറച്ച് ദൂരമല്ലേ, അതുകൊണ്ട് അവർ വേഗം ഇറങ്ങും. ഞങ്ങൾക്ക് മാധവേട്ടൻ്റെ ബസ്സിൽ വന്നാൽ മതിയല്ലോ, ലക്ഷ്മി പറഞ്ഞു. ഇതാ, ബാക്കി കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കോഫി കപ്പ് അവൾക്ക് നേരെ കൊടുത്തു. മാധവ്, ഞാൻ കുടിച്ചു, അവൾ പറഞ്ഞു. അത് സാരമില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തി. അവളുടെ ചുണ്ടിനെ പതിയെ നുണഞ്ഞു വിട്ടുകൊണ്ട് കോഫി കപ്പ് അവൾക്ക് കൊടുത്തു. പോയിട്ട് വരട്ടെ,
അവൻ 2 കണ്ണ് ചിമ്മി കാണിച്ചതും അവൾ തലയാണിക്ക്. രണ്ടുപേരും കൂടി താഴേക്കിറങ്ങി. ദേവു കോഫി കപ്പുമായിട്ട് ചെല്ലുമ്പോൾ ശരത്ത് കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. റൂമിൽ ദേവുവിനെ കണ്ടതും ശരത്ത് അവളെ ഒന്ന് നോക്കി. ഷർട്ടിടാതെ നിൽക്കുന്ന ശരത്തിനെ കണ്ടപ്പോൾ അവൾക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഒരു മടി തോന്നി. എന്നാൽ അത് മനസ്സിലായതുപോലെ കയ്യിലെ ടവൽ കൊണ്ട് തലമുടി തുടച്ചുകൊണ്ട് ശരത്ത് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ നിന്നും കോഫി കപ്പ് വാങ്ങി. വേഗം റെഡിയായിക്കോ, അമ്പലത്തിൽ പോകാം, ശരത്ത് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് റൂം അടച്ച് റെഡിയാവാൻ തുടങ്ങി. മോനെ മാധവ്, ഇടിയപ്പവും മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചറമ്മ, കഴിച്ചിട്ട് പോയാൽ മതി, സീതാമ്മ പറഞ്ഞതും മാധവ് കഴിക്കാനായിട്ട് ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മാധവ് ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ശരത്ത് റെഡിയായി പുറത്തേക്ക് വരികയായിരുന്നു. നീ എവിടെ പോകുന്നു ഇത്ര നേരത്തെ? മാധവ് ചോദിച്ചു. അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് കരുതി. ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നവരല്ലേ, പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യം ദേവിയെ തന്നെ പോയി കാണണമല്ലോ. ശരത്ത് മാധവിനെ നോക്കി ഒരു കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ ആദ്യം അമ്പലത്തിലേക്ക് പോയിട്ട് വാ, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ, സീതാമ്മ കിച്ചണിൽ നിന്ന് വന്നുകൊണ്ട് ചോദിച്ചു. ആ അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ജോലിക്ക് പോകുന്നുള്ളൂ. മാധവ്, ബുള്ളറ്റ് ഞാൻ എടുക്കാണേ, ശരത്ത് പറഞ്ഞതും ആയിക്കോട്ടെ, ഞാൻ കാറി പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ മാധവ് പുറത്തേക്കിറങ്ങി. റൂമിൽ നിന്നും സാരി എടുത്ത് സ്കൂളിൽ പോകാൻ റെഡിയായി ദേവികയും പുറത്തേക്കിറങ്ങി. അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. ഇത്രയും ഭംഗിയായിട്ട് ഉടുത്തൊരുങ്ങി അവളെ ആദ്യമായിട്ടായിരുന്നു അവരെല്ലാം കണ്ടത്. സീതാമ്മ അവളുടെ തലയിൽ തലോടി. നന്നായിട്ട് പ്രാർത്ഥിക്കണം, രണ്ടുപേരും പുതിയ ജീവിതത്തിലേക്കും പുതിയ ജോലിയിലേക്കും കാലെടുത്ത് വെക്കുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് വേണം വരാൻ, സീതാമ്മ പറഞ്ഞു. ദേവു എല്ലാവരെയും നോക്കി ചിരിച്ചു. മാധവ് കാറെടുത്ത് പുറത്തേക്ക് വന്നതും ഉദയനും പുറത്തേക്ക് വന്നു. നീ എന്താ ഇന്ന് നേരത്തെ പോകുന്നത്? മാധവ് ഉദയനെ കണ്ടെന്ന് ചോദിച്ചു. എനിക്കൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടടാ, അയാളെ ഇപ്പോൾ പോയാലേ കാണാൻ പറ്റൂ. അപ്പോഴേക്കും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ശരത്തും വന്നിരുന്നു. ദേവു അവന്റെ ബുള്ളറ്റിന്റെ അടുത്തേക്ക് ചെന്നതും അല്ല, നമ്മുടെ മതില് ചാട്ടക്കാരൻ എഴുന്നിട്ടില്ലേ? ഉദയൻ ചോദിച്ചതും ശരിയാണല്ലോ, അവനിതുവരെ പോയില്ലേ? ശരത്ത് അകത്തേക്ക് നോക്കിക്കൊണ്ട് സീതാമ്മയോടും മാധവിന്റെ അച്ഛനോടുമായി ചോദിച്ചു. അയ്യോ, എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു, മാധവിന്റെ അച്ഛൻ പറഞ്ഞു. നന്നായി, അവനോട് നേരം വെളുക്കുന്നതിന് മുമ്പ് പോകാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് അവൻ ആ രാവണൻ കോട്ടയുടെ അകത്തേക്ക് കടക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ തീർന്നു. ഇന്ന് തന്നെ വരും ദേവർ മഠത്തിലെ രാജാവും രാജ്ഞിയും പരിചാരകന്മാരും. ഉദയനാണ് പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. പെട്ടെന്നാണ് ഗേറ്റിന്റെ പുറത്തു നിന്ന് ആരോ ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടത്. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് പോയപ്പോൾ കണ്ടു, ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ടുകൊണ്ട് സന്ദീപ്. ഇവൻ എപ്പോ പോയി പുറത്തേക്ക്? മാധവ് ചോദിച്ചു. ഗേറ്റിനടുത്ത് വന്ന് ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു. നേരത്തെ എഴുന്നേറ്റ് ഞാൻ ജോഗിങ്ങിനായി പോയതാണ്, ഇനി ശീലമാക്കാമെന്ന് തോന്നുന്നു. ഇവിടെ നിന്നും ഇറങ്ങിയ നേരെ ജോഗിങ്, പിന്നെ നേരെ വീട്. എങ്ങനെയുണ്ട് മോനെ ഐഡിയ? സന്ദീപ് ചോദിച്ചതും കൊള്ളാം, എന്തായാലും നിന്റെ മതില് ചാട്ടം കൊണ്ട് ഇങ്ങനെയെങ്കിലും നിനക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ, ഉദയൻ പറഞ്ഞു. അതെ, നാളെ മുതൽ നേരത്തെ എഴുന്നേറ്റ് 3 പേരും ജോഗിങ്ങിന് പോര്. നല്ലതാ, സന്ദീപ് പറഞ്ഞു. അയ്യോ വേണ്ട മോനെ, ഞങ്ങൾക്ക് മതിൽ ചാടാനൊന്നും പോകണ്ടല്ലോ. പിന്നെ നിനക്ക് മതിൽ ചാടി രാവിലെ തിരിച്ച് വീട്ടിൽ കയറണമെങ്കിൽ ഈ ജോഗിങ് ആവശ്യമാണ്. അതുകൊണ്ട് മോൻ പോകാൻ നോക്ക്, ഉദയൻ പറഞ്ഞതും ഏറ്റില്ല അല്ലേ? മോനെ, നീ ചായ കുടിച്ചോ? പെട്ടെന്ന് സീതാമ്മ ചോദിച്ചു. എവിടെന്ന്? അവളെ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കാണ്, സന്ദീപ് അവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. എന്നാ വാ, ചായ കുടിച്ചിട്ട് പോകാം, സീതാമ്മ വിളിച്ചു. വേണ്ട, ഞാൻ വീട്ടിൽ കയറാൻ നോക്കട്ടെ, വൈകിട്ട് കാണാം. ആ പിന്നെ ഇന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ആളുകള് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി അയാളെ കണ്ടിട്ട് വരാം, സന്ദീപ് പറഞ്ഞു. ശരി എന്ന് എല്ലാവരും പറഞ്ഞ് ഒരുമിച്ച് തന്നെ അവർ പോയി. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ ആ 2 വീടിന്റെയും പൂമുഖത്ത് ബാക്കിയുള്ളവർ നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.